പ്രദീപ് സർ, പ്രധാനമന്ത്രിയുടെ ഇൻഡിപെൻഡൻസ് ഡേ മെസ്സേജ്, സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് അല്ലെങ്കിൽ അദ്ദേഹം ഫോക്കസ് ചെയ്തത് യൂത്തിനെ കുറിച്ചാണ്. യൂത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ, യൂത്തിന് വേണ്ടി AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ ആവിഷ്കരിച്ചുകൊണ്ടുള്ള പുതിയ പഠനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കും. അതിനായുള്ള പഠനം നടത്താൻ അവർക്ക് സഹായം നൽകും. അത്തരത്തിലുള്ള വമ്പൻ പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ എവിടെയും CJP കുറിച്ചോ പാറ്റ സമരത്തെ കുറിച്ചോ പ്രധാനമന്ത്രി പ്രത്യക്ഷത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ യൂത്ത് വെറുതെ ഇരിക്കരുത്, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആവോളം ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പും നിർദ്ദേശവും കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശത്തെ യുവാക്കൾക്കിടയിലേക്ക് അത് ചെലുത്താൻ പോകുന്ന സ്വാധീനം എന്തായിരിക്കാനാണ് സാധ്യത? പ്രദീപ് സാർ എങ്ങനെ വിലയിരുത്തുന്നു? ഇന്ത്യ മുഴുവനല്ല, ലോകം മുഴുവനും ഉറ്റുനോക്കിയതാണ് ചെങ്കോട്ടയിൽ നിന്ന് 80ാം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തു പറയും എന്നുള്ളത്. കാരണം വിദ്യാർത്ഥി പ്രക്ഷോഭം ഇന്ത്യയെ മുഴുവൻ പിടിച്ചുകുലുക്കിയ ഒരു സമകാലിക ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറ്റി എഴുതിയ യുവജന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെക്കുറിച്ച് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ അദ്ദേഹമോ രണ്ടാമനായ അമിത് ഷായോ ഒരു ഒറ്റ അക്ഷരം ഉരിയാടിയിട്ടില്ല. അതിനുശേഷം 13ാമത്തെ തവണയാണ് തുടർച്ചയായി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നിന്നും സ്വാതന്ത്ര്യ ദിനത്തിൽ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഈ പ്രക്ഷോഭത്തെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുമോ എന്നായിരുന്നു ലോകം ഉറ്റുനോക്കിയിരുന്നത്. അദ്ദേഹം പേരെടുത്ത് ഈ പ്രക്ഷോഭത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ മാധ്യമ നിരീക്ഷകരും മാധ്യമങ്ങളും ഒക്കെ വിലയിരുത്തുന്നത് ഈ പ്രതിഷേധക്കാറ്റിന്റെ ആഘാതം നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം എന്നാണ്. അദ്ദേഹം പറഞ്ഞത് വികസിത ഭാരതത്തിലേക്കുള്ള വഴികാട്ടികളാണ് യുവാക്കൾ എന്നാണ്. നമുക്കറിയാം, ഈ പ്രക്ഷോഭം കത്തി നിന്നതിന് ശേഷം RSSന്റെ മേധാവി യുവാക്കളുമായി ഒരു പ്രാവശ്യം സംവദിച്ചു. ഇപ്പം വീണ്ടും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. യുവജനങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് എന്നുൾപ്പെടെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ പറയുകയും BJP സർക്കാരിനെ താത്വികമായി നയിക്കുന്ന സംഘപരിവാറിന്റെ ഉന്നത സമിതി യുവാക്കൾക്ക് പരവതാനി വിരിക്കുകയും ചെയ്ത കാഴ്ചയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു. അതിന്റെ ഒരു തുടർച്ചയായിട്ടായിരിക്കണം യുവാക്കളെ പുകഴ്ത്തുന്ന കുറെ വാക്യങ്ങൾ ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹം യുവതയ്ക്കായി സപ്തധാര എന്ന പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 7 മേഖലകളെ കോർത്തിണക്കുന്ന പദ്ധതിയാണ് ഇത്. അതിലേറ്റവും കോൺക്രീറ്റ് ആയിട്ടുള്ള, നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ 1, 2, 3, 4 എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1 കോടി യുവാക്കൾക്ക് നിർമ്മിത ബുദ്ധിയിൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പരിശീലനം നൽകും എന്നുള്ളതാണ്. ഒട്ടേറെ വികസന പദ്ധതികൾ സർക്കാർ കഴിഞ്ഞ 13 വർഷം നടപ്പിലാക്കിയിട്ടുണ്ട്. തീർച്ചയായും ഇത് യുവാക്കളെ ആകർഷിക്കാൻ ഉപയുക്തമായ പദ്ധതിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, 2030 ഒളിമ്പിക്സിന് വേണ്ടി 5 വയസ്സിനും 15 വയസ്സിനും മധ്യയുള്ള കുട്ടികളെ അവർക്ക് പരിശീലനം നൽകാൻ വേണ്ടി ദേശീയ തലത്തിലുള്ള ഒരു ടാലന്റ് ഹണ്ട് നടത്തും എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ വിവര സാങ്കേതിക മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം ഡാറ്റാ സെന്ററുകൾ നമുക്കുണ്ട്. റോബോട്ടിക്സ് ഹബ്ബാക്കി ഇന്ത്യയിലെ പല സ്ഥലങ്ങളും മാറ്റും എന്ന പ്രഖ്യാപനമുണ്ട്. നമ്മൾ 6Gയിലേക്ക് പോകുന്നു എന്ന് ഒരു സൂചനയും അദ്ദേഹം നൽകിയിട്ടുണ്ട്. പക്ഷെ ഇത് പോസിറ്റീവായിട്ടുള്ള കാര്യം. ഇനി രണ്ടാമത് ഇതിലെ ഉള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അത് പറയാതെ പറഞ്ഞ രാഷ്ട്രീയം എന്ത് എന്നുള്ളതാണ്. ദിമാഗി നക്സലൈറ്റുകൾ ഇന്ത്യയിലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതാണ് ഏറ്റവും വലിയ വിവാദത്തിന് ഇട നൽകിയിരിക്കുന്നത്. ദിമാഗി നക്സലൈറ്റുകൾ എന്നാൽ നക്സലൈറ്റ് മനസ്ഥിതിയുള്ളവർ ഉണ്ട്, അവരെ ഒറ്റപ്പെടുത്തും എന്നാണ്. അത് മാത്രമല്ല, അത് അനുബന്ധമായി പറഞ്ഞിട്ടുള്ളത് നക്സൽ ഭീഷണിയിൽ നിന്നും ഇന്ത്യ വിമുക്തമാക്കപ്പെട്ടു. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളെ ഒറ്റപ്പെടുത്തി അവരെ ഇല്ലായ്മ ചെയ്തു. അതിന് നമ്മുടെ സൈനിക വിഭാഗങ്ങളും സുരക്ഷാ വിഭാഗങ്ങളും വലിയ വില നൽകേണ്ടി വന്ന കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ദിമാഗി നക്സലൈറ്റുകൾ എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് തങ്ങളെയാണ്, അല്ലെങ്കിൽ ഭരണകൂടത്തിന് എതിരായി
പറയുന്നവരെയാണ്. വിയോജിപ്പുകൾ ഉള്ളവരെ അടിച്ചമർത്താനുള്ള ഭരണകൂട ഭീകരതയാണ് എന്ന് വ്യാഖ്യാനിച്ചവർ ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബിയും CPI ജനറൽ സെക്രട്ടറി D രാജയുമാണ്. ഇതുതന്നെ സർക്കാരിന്റെ ജനവിരുദ്ധ നടപടിയാണ് എന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ വക്താവായ സാഗത് ഗോഖലെയും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സമരം നയിച്ച യുവജന പ്രക്ഷോഭം നയിച്ച CJPയുടെ പ്രതിനിധിയായ സൗരഭ് ദാസിന്റെ പ്രസ്താവനയാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്ന യുവാക്കളെ എങ്ങനെയാണ് ദിമാഗി നക്സലൈറ്റുകൾ എന്ന് മുദ്രകുത്താൻ കഴിയുന്നത് എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. BJPയുടെയും മോഡിയുടെയും രാഷ്ട്രീയം അടുത്ത് നിരീക്ഷിച്ചിട്ടുള്ളവർ പറയുന്നത് തൽക്കാലത്തേക്ക് പ്രക്ഷോഭത്തിന്റെ ചൂട് അടങ്ങും വരെ സർക്കാർ കാത്തിരിക്കും, അതിനുശേഷം പ്രതികാര നടപടികളിലേക്ക് തിരിയും എന്നാണ്. അതിന് സാങ്കത്യമുണ്ട്. അവരങ്ങനെ പല രീതിയിൽ, രണ്ട് രീതിയിലാണ് എതിരാളികളെ BJP ഇത്രയും കാലം നേരിട്ടത്. ഒന്ന് മുഖാമുഖമാണ്. ആം ആദ്മി പാർട്ടി ഡൽഹിയിലെ ഭരിച്ചിരുന്ന കാലം മുഴുവൻ ആം ആദ്മി പാർട്ടിയെ മുഖാമുഖമാണ് നേരിട്ടത്. രണ്ടാമത്തേത് പ്രലോഭനങ്ങളും മറ്റുമാണ്. രാഷ്ട്രീയ പാർട്ടികളെ, പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരെ MP-മാരെ ഒക്കെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി കേന്ദ്ര ഏജൻസികളെ അയക്കുന്ന ചരിത്രമുണ്ട്. കാര്യം മടിശീലയിൽ കനവുള്ളവർക്ക് പേടിക്കാനുണ്ട്. അങ്ങനെ മടിശീല കനത്ത പലരെയും ED-യും CBI-യും ഒക്കെ വേട്ടയാടി പിന്തുടരുകയും അവർ ഭയത്താൽ BJPയുടെ അല്ലെങ്കിൽ ഭരണപക്ഷത്തേക്ക് വരികയും ചെയ്ത ചരിത്രവും നമ്മുടെ ഇടയിലുണ്ട്. അത് മാത്രമല്ല, പാർട്ടികളെ പിളർത്താൻ എത്രയോ വേറെ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമുക്കിവിടെ വീണ്ടും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മറ്റേത് വലിയ തോതിലുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അപജയവും ഭരണകക്ഷിയുടെ ഈ രാഷ്ട്രീയ തന്ത്രത്തിന് വിജയത്തിന് വഴി തെളിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ്. ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പരാജയം, ബംഗാളിൽ മമതാ ബാനർജിയുടെ തിരഞ്ഞെടുപ്പ് പരാജയം, ഇതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിസ്സംഗതയാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് വൻതോതിൽ ആൾക്കാരെ വെട്ടിമാറ്റിയതാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതികാര നടപടികൾ സ്വീകരിക്കണമെങ്കിൽ CJP അല്ലെങ്കിൽ യുവജന വിദ്യാർത്ഥി പ്രക്ഷോഭം ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ ഇവർ രാഷ്ട്രീയ പാർട്ടിയല്ല. രാഷ്ട്രീയ പാർട്ടിയാകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. തങ്ങൾ ഒരു റിബൽ ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ ബദൽ ശക്തിയായി നിലനിൽക്കും എന്നാണ് CJP പ്രഖ്യാപിച്ചിട്ടുള്ളത്. നേരത്തെ ആയിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇവരെ രാജ്യദ്രോഹികളായി മുദ്രയടിക്കാമായിരുന്നു, അർബൻ നക്സലൈറ്റുകൾ എന്ന് വിശേഷിപ്പിക്കാമായിരുന്നു, രാഷ്ട്രത്തെ അസ്ഥിരപ്പെടുത്തുന്നവർ എന്നൊക്കെ വിശേഷിപ്പിക്കാമായിരുന്നു. പക്ഷേ താത്വിക BJPയുടെ അല്ലെങ്കിൽ RSSന്റെ താത്വിക ഒരു വ്യാഖ്യാനം ഇവരൊക്കെ ദേശസ്നേഹികളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള മുദ്രകളൊന്നും ഇവർക്ക് മേൽ ഇനി ചാർത്താൻ പറ്റില്ല. ഇവർക്ക് നിയതമായ സംഘടന ഇല്ല. വിദേശ ഫണ്ടുകൾ വരുന്നു എന്നായിരുന്നു ആദ്യ ആരോപണം. കാര്യം ജന്തർ മന്ദിലെ സമരപ്പന്തലിൽ നിരാഹാരമിരുന്ന സോണം വാങ്ചുക് ചൈനീസ് ചാരനാണെന്ന് വരെ ദേശീയ മാധ്യമങ്ങളും BJP അനുകൂലിക്കുന്നവരും ആരോപിച്ചിരുന്നത് നമുക്കറിയാം. അതിനൊക്കെ ശേഷമാണ് ഈ സമരത്തിൽ ഏർപ്പെട്ട യുവാക്കൾക്ക് വലിയ തോതിൽ അംഗീകാരം നൽകാൻ BJPയുടെ മുരളി മനോഹർ ജോഷിയെ പോലെയുള്ള പഴയകാല നേതാക്കന്മാർ തയ്യാറാവുകയും പിന്നീട് RSSന്റെ ഉന്നത നേതാക്കൾ ഇവർക്ക് രാജ്യസ്നേഹികൾ എന്ന പദവി ചാർത്തി കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇനി എന്തായിരിക്കും CJP പോലെയുള്ള പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയില്ലാത്ത സ്വതന്ത്രരായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തോട് ഇനി നരേന്ദ്രമോദിയുടെ സമീപനം എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ദിമാഗി നക്സലൈറ്റുകൾ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഈ CJPക്കാരെ ആയിരിക്കാൻ സാധ്യത കുറവാണ് എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം അത് പറയുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ
കുറഞ്ഞപക്ഷം അതിനുള്ള ഒരു 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 വഴി തുറക്കുന്ന പരാമർശമെങ്കിലും അദ്ദേഹം നടത്താനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഇതിപ്പോ RSSന്റെ ഒരു നിലപാട് നോക്കുകയാണെങ്കിൽ പരമാവധി ഇവരെ പ്രലോഭിപ്പിച്ച് കൂടെ നിർത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശത്രുപക്ഷത്ത് നിർത്തി ഒരു നക്സലൈറ്റുകളെ നേരിട്ട രീതിയിൽ ഇവരെ അടിച്ചമർത്തും എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ബീഹാറിലെയും മധ്യപ്രദേശിലെയും തിരഞ്ഞെടുപ്പ് പരാജയങ്ങൾ, UPയിലെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഇനി വരാനുള്ള UP തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളും വരികയാണ്. അതുകൊണ്ട് അസന്തുഷ്ടരായ യുവാക്കളെ തങ്ങളോടൊപ്പം നിർത്താനുള്ള വഴികളെ കുറിച്ചായിരിക്കും ഇനി നരേന്ദ്രമോദിയും BJPയും തലപുകഞ്ഞാലോചിക്കുകയും നടപടികൾ എടുക്കുകയും ചെയ്യുക എന്നാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. യെസ്, എന്തായാലും ഇത്തരത്തിൽ വിഭാഗീയ നക്സലേറ്റുകൾ എന്ന് പറഞ്ഞത് CJPയെ കുറിച്ചാണോ എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. അതേസമയം തന്നെ CJP ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ CJPയിൽ ഉൾപ്പെടെയുള്ള യുവാക്കളുടെ ഭാവി എങ്ങനെ വേണം എന്ന് തീരുമാനിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഭാവി കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള പദ്ധതികൾ എന്ന നിലയിലാണ് അദ്ദേഹം കുറേയധികം പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൃത്രിമ ബുദ്ധി അടക്കമുള്ളവ ഉപയോഗിച്ചുകൊണ്ട് യുവാക്കൾക്ക് ഈ പദ്ധതികളൊക്കെ കൂടുതൽ നേട്ടമാക്കാൻ സാധിക്കും എന്നും പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു. തുടക്കത്തിൽ പ്രദീപ് സാർ പറഞ്ഞതുപോലെ രാജ്യം മാത്രമല്ല ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു പ്രസംഗമായിരുന്നു ഇൻഡിപെൻഡൻസ് ഡേ മെസ്സേജിൽ മോദി എന്ത് പറയും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ പ്രഖ്യാപനങ്ങൾക്ക് ഒരാഗോള ശ്രദ്ധ ലഭിക്കാൻ കൂടി ഇടയായിട്ടുണ്ട്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.